പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനും ജമീലയാണ്. ഇത് ജമീലല്ല കേട്ടോ. ഒരു ഹായ് പറടാ എന്താ പോയി. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇവിടെ ചെറിയ പരിപാടിയിലായിരുന്നു. മുറ്റൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുത്തു. കമ്പി വേലിയൊക്കെ കെട്ടി. ഇയാളെ ചെറുപ്പത്തിൽ കൊണ്ടുവന്ന ചെറിയ കുട്ടിയാകുമ്പോൾ വാങ്ങിച്ചാണ്. ഏകദേശം ഇപ്പോൾ ഒരു 6 മാസമായി. ഷേവലാണ്, ടാണാണ്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പ്രാങ്കും ഉണ്ട്. ജമീലൊക്കെ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ ചാനലിനെ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോ തുടങ്ങാം. Assalamualaikum guys. شنو بيسي هذا ചീനമുളക് صغير. ചീനമുളക്? ചീനമുളക്. ചീനമുളക്. ചെറുതുമുളക്. ചെറുതുമുളക്. ഓക്കെ. ചീനമുളക്. ബ്രേസ് വലുത്. വലുത് ചമ്മന്തി അരക്കാൻ നല്ലതാ. കുറച്ചൂല ഫുള്ള് ഒരു 8-10 എടുത്തോ. ഒന്ന് എണ്ണിക്കാം. ഒന്ന് 2 3 1 2 3 1 2 4 5 6 8 7 8 9 10. 10 മതി. 10 1 10 2 10 4 10. ഈ കളിയൊക്കെ ഒന്നും വേണ്ട. അതല്ല കളിയൊക്കെ ചിരിക്കണം. ഒരു ചാലഞ്ച് കൊടുത്തു നോക്കാം. സ്വീകരിക്കല്ലോ നോക്കാം. ഇത് ഒന്ന് തിന്നാൽ ഒന്ന് തിന്നാ 1000 രൂപ. 1000 രൂപയാണ് ഈ ഒരു ചീന വാങ്ങുന്ന. പച്ചക്കറി 1000 വണ്ടിയിലുണ്ട്. ഉണ്ട്. കണ്ടു. എങ്ങനെ കാണുന്നു? പേടിയാണ്. മുറക്കാരത്തേക്ക് പേടിയാണ്. കഴിക്കൂല. നമ്മളാണെങ്കിൽ കഴിക്കും. പേടിച്ചിട്ടേ എരിവെന്നുള്ള പേടിയാണ്. വാ പോരെ, വാ. കഴിഞ്ഞില്ലേ? മതിയായി. എന്താ പറഞ്ഞ കാക്ക കഴിക്കല്ല. കാക്ക കഴിക്കൂല. കുരുവി കാക്ക കഴിക്കണുണ്ട്. കുണയിൽ ഇതോ ചീനമുളക്. ആയിക്കോട്ടെ, ഫുള്ള് എടുക്ക. കഞ്ഞി വെക്കാനുള്ള അരിയുണ്ട്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ്. നമ്മളെ ഹാഷിമ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. പിന്നെ നല്ല പുഴയിലെ മീൻ, ഫ്രഷ് മീൻ ഇന്നലെ പിടിച്ചാണ്. അത് കുറച്ച് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പ, പൂളക്കിഴങ്ങ് ആവശ്യമുള്ള സമയത്ത് നല്ല കിട്ടൂല. ഇതേപോലത്തെ മരങ്ങളൊക്കെ കിട്ടുക. പിന്നെ ആവശ്യമില്ലാത്ത സമയത്ത് കിലോ 100 3 കിലോ 100 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഓട്ടോയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അല്ലേ മീര? എനിക്ക് ബൈറ്റ് ചെയ്യാതെ മാ ഹസൻ ചെയ്യാൻ خايبة ولا ما بيسيش رو طارق 3 كيلو 100 صح؟ شوف أنا شوف ما حصل زين. شوف ഇത് നോക്കിയോക്കട്ടെ, തുറന്നു നോക്കട്ടെ എങ്ങനെ എന്താ അതിൻ്റെ അവസ്ഥ. തൊലി കളഞ്ഞിട്ട് നല്ലതാണെങ്കിൽ കുറച്ച് പുഴുങ്ങണം. പുഴുങ്ങിയിട്ട് ചമ്മന്തിയെ കൂട്ടി അടിക്കണം. പിന്നെ കഞ്ഞി, അതുപോലെ മീൻ പൊരിച്ചത്. അപ്പോൾ ഗൈസ് ഇത് ഒരുപാട് മീനുണ്ട്. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുഴ മീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉപ്പാക്ക് കുറച്ച് അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു സാധനം കൊടുക്കാൻ ഇത് നോക്കി പുഴ മീനാണ്.
കുറച്ച് കുറച്ച് ശ്വാസം മുട്ടില്ല മസാല അപ്പൊ ഗൈസ് കേടുവന്ന പൂളക്കിഴങ്ങ് കേടുവന്ന പൂളക്കിഴങ്ങ് നേരാക്കി നോക്കട്ടെ. ഇത് ഫുള്ള് കച്ചറല്ലേ ചെത്തിയൊക്കെ എന്ത് പെഞ്ചൊക്കെ ചെതർ ബി മലയാളം ചെതർ ബി മലയാളം അത് മലയാളം പിന്നെ حالك تضر بهذه اللغة ديال تشناي شنو كنجرا جناي انا كان തമിഴിനെ കുറിച്ചായി പറഞ്ഞു. تامل لا تامل حالك تضر اللغة ديال تامل കുഴപ്പമൊന്നുമില്ല. നേരാക്കി കട്ട് ചെയ്ത് കേട്ടോ. കോഴി കൊത്താൻ തന്നെ വിളിച്ചാൽ മതി. ഇപ്പൊ കുടുങ്ങി കിടക്കുന്നത് നല്ലൊരു കൊത്ത് കിട്ടി പോലെ നല്ല കൊത്ത് കോഴിയുടെ ഒക്കെ കണ്ടോ കാരണം പരക്കമായിരുന്നല്ലോ കിടക്ക അതാ കാണും. ആ നല്ലൊരു കൊത്ത് കൊത്തിയിട്ടാണ് ജമീനാനെ കൊത്തിയിട്ടാണ് പോയി കളിക്കണം അവിടെ. നമ്മള് കപ്പയെ കട്ട് ചെയ്ത് നമ്മള് വേവിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട്. വെള്ളം വെച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് ഇനി കുറച്ച് ഉപ്പിടരുത്. അപ്പൊ അതോടുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ചമ്മന്തി റെഡിയാക്കാം. ചമ്മന്തി റെഡിയാക്കാൻ ചെറിയ ഉള്ളി, അതുപോലെ എന്താണ് പറയാ പുളിങ്ങ, ചെറിയ മുളക്, ഇതിനെ ഞെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് ചതക്ക എന്തായാലും പറയാ ഇടിക്കുന്നത് എന്തായാലും ചതക്ക. കുറച്ച് ഉപ്പിടുക. കുറച്ച് വെള്ളം കേട്ടോ. കണ്ണു കറിക്കണ്ട കേട്ടോ. ഇടി ശക്തി പോരാ, സ്ട്രോങ് പോരാ. നല്ല ചമ്മന്തി റെഡിയായി. നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി അടുപ്പത്ത് വെക്കുകയാണ്. അത് നമ്മളെ കപ്പ ഒട്ടി വെച്ചത്. അപ്പോൾ ഗൈസ് പ്രാങ്കിൻ്റെ പണി തുടങ്ങാൻ പോവാണ്. ജമീലപ്പോൾ അവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാങ്കിൻ്റെ പരിപാടിയിൽ തുടങ്ങുകയാണ്. പ്രാങ്ക് ചെയ്യാൻ വാങ്ങിച്ച പടക്കം ഇത് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇത് പൊട്ടിക്കില്ല. ഞാൻ ഇതാണ് പൊട്ടിക്കുന്നത്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈലൊക്കെ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിക്കില്ല. ഇത് പൊട്ടിക്കാനുള്ള തീരുമാനമാണ്. ഇത് അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ചോറ് ആദ്യം മുകളിൽ കൂടെ കഴുകാം.
കുളിക്കാനാണ്. ഇത് വേറെ ഇങ്ങനത്തെ പ്രാങ്ക് ഉണ്ടായിട്ടില്ല. Chico! Luigi? ഫ്രിഡ്ജിന്റെ മേലെ കച്ചറായത് വലിയ പ്രശ്നമാണ്. ഞാൻ വീട്ടിൽ കൊണ്ട് കടന്നു നോക്ക് പ്രശ്നമല്ല. കെച്ചപ്പാണ് പൊളിച്ചത്. കെച്ചപ്പ് ഉണ്ടാവില്ല. കെച്ചപ്പ് നോക്കില്ല. അറിയോ അറിയില്ല കിച്ചപ്പ് എങ്ങനെയുണ്ട്? കിച്ചപ്പ് കണ്ടോ അറിയോ? അപ്പൊ കെച്ചപ്പാണ് നമ്മളെ പൊളിച്ചത്. കെച്ചപ്പ് ഇല്ലെങ്കിൽ കാര്യം ഉഷാറായിരുന്നു. ഞാൻ കണ്ടു കെച്ചപ്പ്. സൗണ്ട് കേട്ടിട്ട് എന്റെ ഒച്ച ഇടലേ ചോദിച്ചു. എന്തേ ഞാൻ കണ്ടു കെച്ചപ്പ്. നോക്കാൻ കെച്ചപ്പ്. شوف رجلي يدير بحال കാല് വറക്കാണ്. زين لكن يعني شلون يمكن انا طايح الموت يعني كيف انت كيف موت؟ لا മരിച്ചാലും ഞാൻ മരിച്ചാൽ കാട്ടാന്ന് ചോദിക്കുന്നത്. അതായത് പേടിച്ചിട്ട് മരിക്കുമോ അപ്പൊ എന്ത് ചെയ്യും ഞാനെന്ന് ചോദിക്കുന്നത്. അതായത് എനിക്ക് പ്രശ്നം ഇപ്പൊ ജസ്റ്റ് ക്ലിയർ ആയിട്ട്, അതായത് ശരിക്കും ഇത് കുക്കർ പൊട്ടി തെറിക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നമല്ല. അവള് പേടിച്ചിട്ട് അവള് വീഴോ മരിക്കോ എന്നുള്ള പേടിയാണ്. അപ്പൊ ഡ്രസ്സും ഒക്കെ പരിസരമൊക്കെ കോളായി കിടക്കുകയാണ്. രണ്ടാൾക്കും കൂടി ക്ലീൻ ചെയ്യാം. മൊത്തം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തെടുക്കണം. നല്ല വഴുക്കലുണ്ട്. അപ്പൊ ഞാനത് കഴിഞ്ഞ് അടിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യും? കോഴികൾക്ക് തിന്നാൻ കൊടുക്കും. നമ്മൾ വേസ്റ്റായി കളയുന്നില്ല. അതൊക്കെ അടിച്ചു കൂട്ടിയിട്ട് കോഴികൾക്ക് തിന്നാൻ കൊടുക്കും. ഇത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത അരി ആയിരുന്നു. കാരണം അതിൽ കുറച്ച് പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണം വേസ്റ്റ് ആക്കണില്ല. എന്ത് പേര്? ഇതല്ല പ്രാങ്ക്, ഒറിജിനൽ പ്രാങ്കാണത്. ഇത് മനസ്സിലായി. അറിയില്ല. എനിക്കറിയില്ല. ഇത് സൗണ്ട് ഉണ്ട്. പടക്ക പൊട്ടിയ സൗണ്ട് എപ്പോഴും സൗണ്ടിന്റെ ഉള്ളിൽ നിൽക്കുക, തിങ്ങി നിൽക്കുന്നത്, പോളില്ല, അതൊന്നും കേൾക്കില്ല. പിന്നെ എന്ത് വിചാരിച്ച് കഴിക്കാണ്ട് കുറച്ച് പൂളക്കിഴങ്ങും ചമ്മന്തി മാത്രമേ ഉള്ളൂ. കഞ്ഞിയ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു പിടി ചോറാണ് ഉപയോഗിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അത് കുടിക്കും. പിന്നെ അതുപോലെ ഇത് വാരിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാരി കൂട്ടിയിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കും. മോനെ ക്ലീൻ ഇല്ല. ഞാൻ ക്ലീൻ. Final vídeo.
വീഡിയോയിലുണ്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന ബർഗറൊന്നും. ആ കുറച്ച് കഴിഞ്ഞ് പോയി കുറച്ച്. കുളിച്ചു അപ്പൊ guys, കുളിച്ചു ഞാൻ കുളിച്ചിട്ടില്ല പ്രാഗൊക്കെ കഴിഞ്ഞ് ഒക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ നിസ്കരിക്കാനോ അതേപോലെ ഹാഷിമിനെ പോയി കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിക്കാണ്. ജമീല അതുവരെ കുളിച്ചിട്ടില്ല. അവള് പറഞ്ഞാൽ കുറച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പോയി പിന്നെ ഫുള്ളായിട്ട് അവളെ ചെയ്തിരുന്നതാണ്. അപ്പോ പ്രാങ്ക് ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിലും ജമീല നന്നായി പേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവളെ ഹാർട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്, കാലിങ്ങനെ വറക്കുന്നു എന്നൊക്കെ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പടക്കം പൊട്ടിന് ശേഷം ആകെ അന്താളിച്ചു. അവള് അവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവള് യൂട്യൂബിന്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ പേടിച്ചിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല. കാരണം അവള് പറയുന്നത് ലൈറ്റ് കണ്ടു, മൈക്രോവേവൻ ഓവനാണോ ഒരു സംശയം തോന്നി. എന്തായാലും അവ ചവിട് അടച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ പടക്കത്തിന്റെ ചവിടിന്റെ ചവിട് അടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗുണ്ട് പൊട്ടിച്ചില്ല, ഞാൻ വെറും ജസ്റ്റ് പടക്കം പൊട്ടിച്ചുള്ളൂ. ഗുണ്ടാണെങ്കിൽ മൊത്തം ആകെ കുലുങ്ങിയിരുന്നു. അപ്പൊ അത് വീട്ടിൽ നിന്ന് കേട്ടിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചു, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്നിട്ട് ആൾക്കാര്. അപ്പൊ നമ്മളെ ചിരിയും അതുപോലെ അതൊക്കെ കണ്ടപ്പോ അവർക്ക് ഒച്ച കേട്ടപ്പോ അവർക്ക് മനസ്സിലായത് എന്തോ ഫ്രാങ്ക് ചെയ്തതെന്ന് മനസ്സിലുണ്ട്. അപ്പൊ അത് പൊട്ടിയതിന് ശേഷം ഈ ഡോർ തുറന്നിട്ട് ഇവിടെ ഒരുപാട് സമയം ഇങ്ങനെ അന്താളിച്ചു എന്താ ചെയ്യുന്നത്. ഞാൻ ഈ ക്യാമറ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അവിടെ മൊബൈൽ വെക്കാൻ മിസ്റ്റേക്ക് ആയി പോയി. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ അന്തം വിട്ട് നിന്നു. പിന്നെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് കിച്ചപ്പ് എന്റെ തലയിൽ കണ്ടത്. ഒരുപാട് സമയം ഇവിടെ നിന്നിക്കണു, ഒരു ഏകദേശം ഒരു 1/2 മിനിറ്റോളം ഇങ്ങനെ അന്താളിച്ച് നിന്നിക്കണു ഇവിടെ. അതിന് ശേഷമാണ് ഈ കിച്ചപ്പ് കണ്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ അടുക്കുന്നത്. എങ്ങനെയായാലും നന്നായി പേടിച്ചിട്ടുണ്ട്. പ്രാങ്ക് സക്സസ് ആയി. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടുള്ള പ്രാങ്ക് ആയിട്ട് ഇൻഷാ അല്ലാഹ് വരണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. നീ കൊണ്ടുപോയിട്ട് കുറച്ച് സോഡയൊക്കെ വാങ്ങി കൊടുക്കട്ടെ. പേടികൾ മാറ്റിയിട്ട് ഞങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും ബൈ.